Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്നും ഒരു നോൺ വെജ് ചെയ്യുമെന്ന് കുറച്ച് ദിവസമായിട്ട് നോൺ വെജ് തന്നെ ചെയ്യുമല്ലേ. നമുക്ക് വെജും ചെയ്യണം, പക്ഷെ വെജ് പനീറിനല്ലാതെ ഞാൻ വേറൊന്നും പഠിച്ചില്ല, അതാണ് സത്യം. അല്ലാതെ ഞാൻ എന്നാ പറയാനല്ലേ, ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവർക്കും മൊത്തൊരു കോളിഫ്ലവറോ ഉരുളക്കിഴങ്ങോ എന്നൊക്കെ ഒരു ചോദ്യമാണ്. അന്നേരം ഞാൻ എന്നാ ചെയ്യാനാ, പനീർ വെച്ച് ചെയ്യുമ്പോൾ എന്നും പനീറേ ഉള്ളൂ എന്ന് ചോദിക്കും. വരുന്ന ഗസ്റ്റ് നോൺ വെജ് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ വെജിറ്റേറിയൻ കൊടുക്കും? അതുകൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ചെയ്യാൻ പോകുന്നതും ഈ പറഞ്ഞ പോലെ ഒരു ബ്ലെസ്ഡ് റെസിപ്പി തന്നെയാണ്. എൻ്റെ അമ്മച്ചിയുടെ ബുക്കിൽ അതേ റെസിപ്പി. ഇത് എന്നറിയോ, ശരിക്കും ഞാൻ അതിനകത്ത് വായിക്കുവാന്നേൽ ഒത്തിരി വ്യത്യാസവും അങ്ങനെയൊന്നും ഇല്ല. ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കൊന്ന് വീട്ടിനകത്ത് ഉണ്ടായിരുന്ന സാധനം അന്നേരം എന്നാ കൈ കിട്ടിയോ അത് വെച്ചേച്ചുണ്ടാക്കുന്ന. പക്ഷെ എന്നാ പറയുക, നമ്മൾ ഈ പറഞ്ഞ പോലെ നിറവോടെയും സന്തോഷത്തോടെയും ഒക്കെ ഉണ്ടാക്കുവാന്നേൽ ഏത് റെസിപ്പിയും ഏറ്റവും സ്വാദായി മാറാൻ ഒരു നിമിഷം പോലും വേണ്ട, സത്യം. അതിനുവേണ്ടി ഇതിനിപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ചിക്കൻ പെരട്ട് ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് തന്നെ ആയിരിക്കും, പക്ഷേ അതിനകത്ത് എഴുതിയിരുന്നത് ചിക്കൻ പെരളൻ എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ അതായിരിക്കും. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ ഉണ്ടാക്കുന്ന കൂട്ടല്ല, ഇതൊരു ഇച്ചിരി വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കുകയെന്ന് വെച്ചാൽ അതിനകത്തും ഇൻഗ്രീഡിയൻസിന് മാറ്റമൊന്നുമില്ല, സെയിം ആസ് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ. എന്നാലും ആ ഇൻഗ്രീഡിയൻസ് ഒന്ന് പഠിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞാലേ ഒക്കത്തുള്ളൂ അല്ലേ. അപ്പം നമുക്ക് അതെന്നാന്നൊന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി എപ്പോഴും കൂടുതലാണ് വേണ്ടത്. അതായത് 1.5 ഡെസേർട്ട് സ്പൂൺ എടുക്കുവാണെങ്കിൽ മുളക് പൊടി ഒരു ടീസ്പൂൺ, അങ്ങനത്തെ കണക്കാണ്. ഇത് കുറച്ച് സാദാ മുളക് പൊടിയാണ്, അതല്ല പിരിയൻ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, എരിവ് കണക്കാക്കി. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന എരിവുള്ള മുളക് പൊടിയാണ്. ഇനിയിപ്പോൾ എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി, കുരുമുളകായാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടിയത് കുറച്ച് ജീരകം, സാദാ നമ്മുടെ തോരനൊക്കെ അരയ്ക്കുന്ന ജീരകം. പട്ട ഒരു കഷ്ണം, അതായത് ഒരുപാട് കട്ടിയുള്ളതാന്നേൽ ഒരു ചെറിയ പീസ് എടുത്താൽ മതി. അതെല്ലാം മെലിഞ്ഞതാന്നേൽ ഒരു ഇഞ്ച് കഷ്ണത്തിനുള്ളത് എടുത്തു. പിന്നെ ഒരു ഗ്രാമ്പൂ ഒരു 3-4 എണ്ണം. പിന്നെ ഉള്ളത് ഏലക്ക ഒരു 3-4 എണ്ണം. ഇത് ഏതാന്ന് വെച്ചാൽ പെരിഞ്ജീരകവ, അത് 1 ടീസ്പൂണോളം വേണം. പിന്നെ വേണ്ടിയത് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 1/4 കപ്പ് ടു ഒരു 1/2 കപ്പോളം ചെറിയ ഉള്ളി അരിഞ്ഞത് വേണം. അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്തായാലും ചതച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഉള്ളത് കുറച്ച് വെളുത്തുള്ളി ഈ പറഞ്ഞ പോലെ 1 കിലോ ചിക്കൻ ആണെങ്കിൽ 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയും 1.5 ടീസ്പൂൺ ഇഞ്ചിയും. ഇത് രണ്ടും ഞാനിവിടെ അരിഞ്ഞ് വെച്ചേക്കുക. അപ്പം 1 ടീസ്പൂൺ കണക്കാക്കിയിട്ട് 1.5 വീതം എടുത്തോളൂ. പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പ്. പിന്നെ ഉള്ളത് ഒരു ഇച്ചിരി കട്ടി തേങ്ങാപ്പാൽ. ഇതെന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി വിനാഗിരിയ, അത് ഒത്തിരി ഒന്നും വേണ്ട, 1 ടീസ്പൂൺ. അതായത് ടീസ്പൂൺ ഒന്നും എടുക്കാൻ ഒത്തില്ല എന്നുണ്ടെങ്കിൽ ആ വിനാഗിരിയുടെ അടപ്പിന് ഒരു അടപ്പ് ഒഴിച്ച് വെച്ചാലും മതി. പിന്നെ ഉള്ളത് ഞാനിത് ഒരു മുഴുത്ത സവാള അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് 2 സവാള ഒന്ന് നീളത്തിന് അരിഞ്ഞ് വെച്ചേക്കുക. പിന്നെ ഉള്ളത് 1 കിലോളം കോഴിയാണ് മേടിച്ചേക്കുന്നത്. കുറച്ച് ഫാറ്റൊക്കെ അതിനകത്തുള്ളത് നല്ലതാട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് കോഴിക്കകത്തോട്ട് ഒരു ഇച്ചിരി മസാല പുരട്ടി വെക്കണം. അതിന് ഇച്ചിരി അരയ്ക്കാനുണ്ട്. ഫസ്റ്റ് നമുക്കൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി വെച്ച് തുടങ്ങാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. പിന്നെ മല്ലിപ്പൊടി ഒരു 1.5 ഡെസേർട്ട് സ്പൂണാണ്. ഇതിപ്പോൾ ടീസ്പൂൺ കണക്കാ, ഇതിന് ഒരു 1.5 ടീസ്പൂൺ, 1.5 ഡെസേർട്ട് സ്പൂൺ. പിന്നെ വേണ്ടിയത് മുളക് പൊടി, അതിനൊരു 1.5 ടീസ്പൂണാണ്. ഇത് എരിവുള്ള മുളക് പൊടിയാ. പിന്നെ ഉള്ളത് കുരുമുളക്, ഇത് 1/2 to 3/4, അതാണ് കണക്ക്. ഇതെല്ലാം കുരുമുളകായിട്ട് ഇടുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ സാദാ ജീരകം 1/2 ടീസ്പൂൺ. പട്ട തേണ്ട ഇത് ഇച്ചിരി കട്ടിയില്ലാത്ത പട്ടയാണ്, അപ്പോൾ തേണ്ട ഈ ഒരു കഷ്ണം ഇടുക. ഇനി നെക്സ്റ്റ് ഗ്രാമ്പു ഒരു 3-4 എണ്ണം. ഏലക്കയും അതേപോലെ ഒരു 3-4 എണ്ണം. ഇനിയുള്ളത് കുറച്ച് പെരിഞ്ജീരകം 1 ടീസ്പൂൺ ഫുൾ ഇട്ടോളൂ. ഇത് ഇത്രയും നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം. ആദ്യം ഒന്ന് പൊടിച്ചേച്ച് പിന്നെ വെള്ളം ഒഴിക്കാം.
ഓക്കെ, ഇപ്പം നമ്മുടെ മസാല നല്ലതായിട്ട് ആയി. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ ചിക്കൻ നമ്മുടെ ഈ പാനിനകത്തോട്ട് ഇട്ടേച്ച് ആ മസാല നല്ലതായിട്ട് പെരട്ടണം. ഇപ്പം അതാ ചെയ്യാൻ പോകുന്നേ. ഓക്കെ, ഇതിനകത്തോട്ട് ഞാൻ ഈ അരച്ച് വെച്ചേക്കുന്ന മസാല മൊത്തം അങ്ങ് ഇടുക. ഓക്കെ, ഇത് മാത്രം പോരാ. ഇനി നെക്സ്റ്റ് നമുക്ക് ആ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് നല്ലതായിട്ട് പെരട്ടിയേച്ച് ഇതൊന്ന് ചെറിയ ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം നമുക്കൊന്ന് വേവിച്ചെടുക്കണേ. അപ്പം നെക്സ്റ്റ് ആ ചെറിയ ഉള്ളി എത്ര ഇടുന്നോ അത്രയും നല്ലതാ. അത് നോക്കിയേച്ച് വേണം നമ്മൾ സവാള ചേർക്കാൻ. ഇതിപ്പോൾ വേണ്ട 1 പിടി 2 പിടിയോളം ചെറിയ ഉള്ളി എത്ര ഇടുന്നോ അത്രയും സ്വാദ് കൂടും. ആ ഫുൾ വെളുത്തുള്ളി ഇടുക, 1.5 ടീസ്പൂൺ തന്നെയാട്ടോ. അതേപോലെ തന്നെ ഇഞ്ചി. ഇറച്ചിയിൽ ഇച്ചിരി ഉപ്പ് വേണം. നല്ലതായിട്ട് തിരുമ്മി ആ ചിക്കനേൽ ഫുള്ളും ആ മസാല പിടിക്കണം. ആ മസാലയും ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേണമെങ്കിൽ ഇടാം, മസ്റ്റല്ല. പക്ഷേ അതിനകത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇഷ്ടമാണെങ്കിൽ ആ പച്ചമുളകിൻ്റെ എരിവ് ഉണ്ടെങ്കിൽ ഇടാം. അത് ഇപ്പോഴേ ഇടാവുള്ളൂ. വെറുതെ അരിഞ്ഞേച്ചു അല്ല ഇടുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ചതച്ചിടുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വെന്തതിന് ശേഷം, വെന്താ ഞാൻ പറഞ്ഞില്ലേ 1/4 ഭാഗം അല്ലെങ്കിൽ ഹാഫ് പോർഷൻ അത്രയും വെന്താൽ മതി. അത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമേ ബാക്കി നമുക്ക് ചേർക്കാൻ പറ്റത്തുള്ളൂ. വലിയ ഒരു തേങ്ങാപ്പാലൊക്കെ ചേർത്തെടുക്കുമ്പോഴത്തേക്കുണ്ടാവുന്ന ഒരു ചിക്കൻ പെരട്ട് അല്ലെങ്കിൽ ചിക്കൻ പെരളൻ എന്ന് പറയുന്ന ഈ ഒരു രുചിക്കൂട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അത് വലിയ മെനക്കെട്ട പരിപാടിയില്ല. പക്ഷേ എന്നാൽ ആ ഉള്ളി വഴറ്റുന്ന ഒരു പാടേ ഉള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഉള്ളി വറുത്ത ഒരു ടിന്നകത്ത് വെക്കുകയാണെങ്കിൽ അതും എളുപ്പമാണ്. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിനകത്തോട്ട് ഇട്ടേച്ചാൽ മതി. ഇനിയിപ്പോൾ അതും നോക്കത്തില്ല, നമുക്ക് അമ്മച്ചിമാർ പറഞ്ഞു തന്ന പോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യണം, ഈ ചിക്കൻ ഒന്ന് വേവട്ടെ. വെന്തതിന് ശേഷം ബാക്കി നോക്കാം. അപ്പോൾ ചിക്കനകത്ത് കംപ്ലീറ്റ് മസാല പുരട്ടി അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത് ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ചിക്കനകത്ത് നിന്ന് വെള്ളം ഊറിയേച്ച് വേണം ചിക്കൻ വേകുന്നതിലാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇച്ചിരി വെള്ളം ഒഴിച്ചു. ഇനി ഇതൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. ഇത് വെന്ത് കഴിഞ്ഞേച്ച് വേവാൻ സമയമാകുമ്പോൾ ഞാനൊരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ടേച്ചേ അതിൻ്റെ മണവും കൂടെ ഇതിനകത്തോട്ടൊന്ന് വന്നോട്ടെ. അത്യാവശ്യമൊന്നുമില്ല, പക്ഷേ എനിക്ക് കറിവേപ്പിലോടൊരു ഇഷ്ടവും സ്നേഹവും ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ചേർക്കുന്നേ ഉള്ളൂ. ബാക്കി നമുക്ക് വഴറ്റുമ്പോൾ ചേർക്കാം. ഇതേ നമ്മുടെ ചിക്കൻ ഒരു ഹാഫ് വെന്തിട്ടുണ്ട്. ഹാഫ് എത്തിയില്ല, അതിന് മുന്നേ ഞാൻ നിർത്തുക. എന്നാന്ന് വെച്ചാൽ ഇത്രയും മതി, ഇല്ലെങ്കിലുണ്ടല്ലോ അത് പൊടിഞ്ഞു പോകും. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇത് ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചേച്ച് ഇതൊന്ന് വറുത്തെടുക്കാൻ പോവാം. ഈ അരപ്പേ തന്നെ, അതായത് വെള്ളമൊന്നും ഇല്ലാതെ ഞാനൊന്ന് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതല്ല നിങ്ങൾക്കൊക്കെ റിഫൈൻഡ് ഓയിലാ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. ഓക്കെ, എണ്ണ ചൂടാവുന്നതിന് മുമ്പ് തന്നെ ചിക്കൻ ഇടുക, അല്ലെങ്കിൽ ഈ വെള്ളത്തോടൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ പൊട്ടിത്തെറി കാര്യങ്ങളൊക്കെ നടക്കും. അതുകൊണ്ട് നേരത്തെ അങ്ങ് ഇടുക. ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ആകുകയും വേണ്ട, ഒന്ന് മുരിഞ്ഞു വരുവല്ലേ, അത്ര മതി. ഒരുപാട് മൂക്കണ്ട. ഇപ്പൊ ഞാൻ ചിക്കൻ ഒത്തിരി അങ്ങ് മുരിച്ചിട്ടില്ല, ഒരു ചെറിയ മുരിവ് ചുറ്റും വന്നിട്ടേ ഉള്ളൂ, അത്രയും മതി. അപ്പൊ ഇതങ്ങ് ഞാനത് കോരുവാന്നേ. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഒന്നുമില്ല, ഒരു ചെറിയൊരു ഷാലോ ഫ്രൈ, ഒരു ബ്രൗൺ കളർ ആവണം, അത്രയും മതി. എന്നാ നമ്മൾ തേച്ച് പിടിപ്പിച്ച ഫുൾ അരപ്പും ഇതിനകത്ത് ആയിട്ടുമില്ല. ഞാൻ ആ ചിക്കൻ മാത്രമായിട്ട് എടുത്തേച്ചാ ഞാൻ ആ വറുത്തെടുത്തത്.
ഓക്കെ, നമ്മുടെ സെക്കൻഡ് ട്രിപ്പും നമ്മളിപ്പോൾ ഇത് വറുത്തെടുക്കുക. വറുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ചിക്കൻ ഫ്രൈ അങ്ങ് വറുത്തെടുക്കുകയല്ല, ജസ്റ്റ് ആ ഉള്ള അരപ്പ് ചിക്കനകത്ത് എത്ര പെരണ്ട് കിട്ടിയോ അത്രയും അരപ്പ് മാത്രം വെച്ചിട്ട് നമ്മളത് ആ ഗ്രേവി എടുത്തിട്ടില്ല, ഡ്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈഡ് പീസസ് എടുത്തിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഷാലോ ഫ്രൈ മതി, വേവണം അങ്ങനെയില്ല. എനിക്ക് ആ മുരിഞ്ഞൊന്ന് കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ട ഏറ്റവും എളുപ്പ വഴി പറഞ്ഞുതരാം. എന്നാന്ന് വെച്ചാൽ തീ കയറട്ട, അതുകൊണ്ട് തന്നെ മാറ്റി വെച്ചേ. എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് എന്താ പറയുക, സവാളയും കൂടെ വഴറ്റാൻ പോവുക. അതങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പ വഴി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ഉള്ളി ഇട്ടു 2 പിടിയോളം, എൻ്റെ കൈക്ക് 2 പിടിയോളം ഇട്ടേ. പക്ഷെ അത് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇടാം. ഇട്ടേച്ച് ഈ ഉള്ള ഗ്രേവിയിൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഫ്രൈ ഇങ്ങോട്ട് തന്നെ ഇട്ടേച്ച് ഈ തേങ്ങാപ്പാലും വിനാഗിരി ഒഴിക്കാം. അതല്ല ഗ്രേവിയുടെ ഒരു കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു എന്താ പറയുക, ഇതിനകത്ത് അത്രയും വരികയല്ല, പക്ഷെ എന്നാലും ഗ്രേവി വരുമില്ലെന്നല്ല പറയുന്നത്. കുറച്ചുകൂടെ ഗ്രേവി കൂട്ടാനായിട്ടാണ് ഈ കുറച്ചുകൂടെ സവാള നമ്മൾ ചേർക്കുന്നത്. വെരി ഓപ്ഷണൽ, നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ എനിക്കിവിടെ ഗ്രേവി വേണ്ടതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ചേർത്ത് അതിൻ്റെ പ്രൊസീജിയറും കൂടെ കാണിച്ചു തരാം. ഇതിനകത്തൊരു ഇച്ചിരി എണ്ണ കുറവായതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടെ ഒഴിക്കുന്നത്. ഉള്ളി വഴറ്റാനും വേണ്ടിയിട്ടുള്ള എണ്ണ ധാരാളം മതി. ഇതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, കടുക് പൊട്ടിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും വേറെ എക്സ്ട്രാ ചേർക്കണ്ട. നമ്മൾ ആ ഗ്രേവിനകത്ത് ചേർത്ത് അത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും മതി. പക്ഷെ ഉള്ളി ഒരു ഇച്ചിരി നല്ലതായിട്ടൊന്ന് വാടി കിട്ടിയാൽ നല്ലതാണ്. ഇതിനകത്തോട്ട് ഒരു 2 തണ്ട് കറിവേപ്പില, ഉള്ളി ഒരു ഇച്ചിരി നല്ലതായിട്ടൊന്ന് വാടട്ടെ. അതെല്ലാം സവാള വേണ്ട, ചെറിയുള്ളിയെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 50-50 ബേസിസ് ചെയ്യാം. പകുതി ഇതിനകത്തിട്ട് വേവിക്കാം, ബാക്കി പകുതി ഇതേപോലെ വഴറ്റിയെടുത്താലും മതി. ഓക്കെ, ഉള്ളി ഏകദേശം നല്ലോണം മൂത്ത് കഴിഞ്ഞു. എന്നാന്ന് വെച്ചാൽ എണ്ണ ചൂടാ, എന്നാ പറയുക, കട്ടിയുള്ള പാത്രമാണ്. അന്നേരം ഇതിനൊന്നും വലിയ താമസമില്ല മൂക്കാനായിട്ട്. ഇട്ട ഉടനെ ആ ചിക്കൻ്റെ മുരുവിൻ്റെ കളറായി ഉള്ളിയിലെന്നുള്ളത് വിചാരിക്കരുത്. നല്ലതായിട്ട് മുരിഞ്ഞിട്ട് തന്നെ ഞാൻ ഇതിനെ ഇങ്ങോട്ട് മാറ്റാൻ പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇട്ടേൻ്റെ നേർ പകുതി ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവുകയല്ലേ. ഉള്ളി ഇതിനകത്തോട്ട് നല്ലോണം, അപ്പം ഗ്രേവിയുടെ തന്നെ കളറ് മാറും. അന്നേച്ച് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അതും കൂടെ ഇതിനകത്തോട്ട് ചേർക്കുക. ഇത് മാത്രമല്ല ഇനി നമുക്ക് ചേർക്കാനുള്ള വിനീഗറാണ്. വിനീഗർ ഈ പറഞ്ഞ ടീസ്പൂണൊക്കെ നമ്മൾ ധൃതി പിടിച്ച് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിനീഗറിൻ്റെ അടപ്പില്ലേ അതിന് 1 സ്പൂൺ ഒഴിച്ച്, അതിൻ്റെ ഒരു അടപ്പ് ഒഴിച്ച് വെച്ചാൽ മതി. ഇത്രയും തന്നെ ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ കംപ്ലീറ്റും ഈ ഇറച്ചിക്കകത്ത് നമ്മൾ വെള്ളം, അരപ്പ് അങ്ങനത്തെ കാര്യങ്ങളല്ലേ ചേർത്തിരിക്കുന്നത്. ഇതിന് ഏറ്റവും കൂടുതൽ ഏതൊരു ഇറച്ചിക്കറി വെക്കുകയാണെങ്കിലും, മട്ടൺ വെക്കുകയാണെങ്കിലും, ബീഫ് വെക്കുകയാണെങ്കിലും, ഈവൻ ഫിഷ് വെക്കുകയാണെങ്കിൽ പോലും നമ്മൾ ആ അരപ്പെല്ലാം ചേർത്തിട്ട് ഒരു ഇച്ചിരി തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് കേട്ടോ, ഇല്ലയെന്ന് പറയാനൊക്കത്തില്ല. അതുകൊണ്ടായിരിക്കും അവരും ഒക്കെ ഒരുപാടൊന്നും അതിനകത്ത് എഴുതിയിട്ടില്ല, ഒരു ശകലം ഒഴിക്കണം എന്ന് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുവാണേ. ഈ തേങ്ങാപ്പാലും കൂടെ പിടിച്ച് അതിനകത്തൊന്ന് ആ ചിക്കൻ ഒന്ന് വേവട്ടെ, ആ മസാലയും എല്ലാം. ഇപ്പോൾ ഉപ്പ്, എരിവ്, പുളി എല്ലാം ആയി കഴിഞ്ഞു. ഇനി ചേർക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഏറ്റക്കുറച്ചിൽ വരുത്തുക. അതായത് പച്ചമുളകിൻ്റെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ വേവിക്കുന്ന നേരത്തെ ചതച്ച് ചേർക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ
കുരുമുളകിൻ്റെ ഫ്ലേവറാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം. മുളക് പൊടി മാത്രം ചേർക്കുകയാണെങ്കിൽ, മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇച്ചിരി കൂടെ വേണമെന്ന് തോന്നുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, അന്ന് നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ച സമയത്ത് അതിൻ്റെ ഒരു ഏറ്റക്കുറച്ചിൽ നോക്കിയിട്ട് ചേർക്കാം. കാര്യം നമ്മൾ മുരിക്കാതെ ആണല്ലോ ഇതെല്ലാം ചേർത്തേക്കുന്നത്, ആ സമയത്ത് ചേർക്കാം. ഇല്ല അതല്ല ഓക്കെ കുറച്ചുകൂടെ കഴിഞ്ഞ് മതിയും തോന്നുവാണെങ്കിൽ ഈ സെക്കൻഡ് ചിക്കൻ ഇപ്പോൾ ഇട്ട സമയത്ത് അതിനെ കുറച്ചൊന്ന് മൂപ്പിച്ചേച്ച് ഇതിനകത്തോട്ട് ഇടുവാണെങ്കിൽ അത് ബാലൻസ് ചെയ്യാനോ. ഓക്കെ, ഇതിനകത്ത് ഇനി ഒരു നിറച്ച് ഇച്ചിരി കറിവേപ്പില. ഉപ്പൊക്കെ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞേച്ചേ നോക്കുള്ളൂ. കുറച്ചുകൂടെ നമുക്ക് ആവശ്യമുള്ള ഒരു ഗ്രേവിയുടെ പരുവ് എത്തുമ്പോഴത്തേക്ക് മാത്രമേ ഉപ്പ് ചേർക്കാവുള്ളൂ. അതായത് ഞാനിപ്പോൾ ഇതിനെ കുറച്ചുകൂടെ ഒന്ന് കുറുകി ഒന്ന് വരുന്ന സമയത്തേ ഞാനിത് ചേർക്കത്തുള്ളൂ. നിങ്ങൾക്ക് നോക്കിയേച്ച് ചേർക്കാം. പിന്നെ വേണ്ടിയത് കുറച്ച് കറിവേപ്പില നിറച്ചിടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല മണവാ. പാട്ടായിട്ട് ചേർക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ആ കറിവേപ്പിലയുടെ മണം ഒറ്റയടിക്ക് അങ്ങ് മാറും. അപ്പോൾ ഇന്ന് ആനീസ് കിച്ചണിൽ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ശ്രീജിത്ത് രവിചേട്ടനും വൈഫും വരാൻ പോകുന്നത്. അറിയാം, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആക്ടറാണ്. നമുക്ക് ഒത്തിരി എന്താ പറയുക വിശേഷങ്ങൾ ഞാനും ഈ പറഞ്ഞ പോലെ 1-2 ഫങ്ഷൻസിന് മാത്രമേ കണ്ടിട്ടുള്ളൂ, പേഴ്സണലി വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഏട്ടൻ്റെ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാപ്പി വെൽക്കം. ഓക്കേ, താങ്ക് യു. ആദ്യേ സെയിം പിഞ്ച്. പെട്ടെന്നൊരു ചെറിയ കുട്ടിയാവുന്ന ലക്ഷണമില്ലേ, നമ്മൾ സ്കൂളിലൊക്കെ കാണിക്കില്ലേ, ഒരേ ഉടുപ്പിട്ട് സെയിം പേജ് എന്ന് അറിയില്ലേ. എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു? അച്ഛൻ സുഖമായിരിക്കുന്നു. ഞങ്ങളുടെ കണക്ഷൻ പറയണേ. അച്ഛന്റെ 50-ാം വർഷം സിനിമയിൽ ആഘോഷിച്ചു. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ശരിക്കും ചേട്ടാ ചെറിയ പ്രായത്തിലൊക്കെ അച്ഛൻ ഇത്രയും വലിയ സ്റ്റാറാണ്, ആ ഒരു ടൈം എങ്ങനെയായിരുന്നു? അത് എനിക്ക് വളരെ നോർമലായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം അച്ഛൻ സംഗതി ആ സമയത്ത് സിനിമയൊക്കെ കൂടുതലും മദ്രാസിലാണല്ലോ, അച്ഛൻ കൂടുതലും മദ്രാസിലാണ്. പക്ഷെ അച്ഛൻ നാട്ടിലേക്ക് വന്ന അച്ഛൻ എൻ്റെ സ്കൂളിലേക്ക് വരും, എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്കൊക്കെ ശ്രീജിത്തിന്റെ അച്ഛൻ എന്നുള്ള രീതിയാണ് കൂടുതൽ. ഒരു ആക്ടർ എന്നുള്ള രീതിയൊക്കെ അവർക്ക്, കാരണം തുടക്കം തൊട്ടേ ഞങ്ങൾ ഒരുമിച്ചാണ്. ഞങ്ങളെല്ലാ ബാച്ച്മേറ്റ്സും വളരെ ചെറിയ ക്ലാസ്സാണ്. അപ്പം ഞങ്ങളൊരു 10-20 ആൾക്കാരെ താഴെയുള്ള ഒരു ക്ലാസ് മാത്രമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും അച്ഛനെ PG രവി എന്നുള്ള ആക്ടർ എന്നുള്ള സാധനത്തേക്കാൾ കൂടുതൽ ഞങ്ങൾ ഞങ്ങളുടെ LKG മുതൽ 12ാം ക്ലാസ് വരെ ഇതേ ആൾക്കാർ തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഷഫ്ലിംഗ് ഒന്നുമില്ല. പിന്നെ ബാച്ചുകളൊന്നുമില്ല, അങ്ങനെ ഡിവിഷൻസ് ഉണ്ടാവില്ല. കുറവായിരുന്നു. ഞങ്ങൾക്ക് ഈ ഒറ്റ ഡിവിഷൻ ആയിരുന്നു, കാരണം പുതിയ സ്കൂളായിരുന്നു. ഞങ്ങൾ വളർന്നതിനനുസരിച്ച് സ്കൂള് വലുതായിരുന്നു. ഹരിശ്രീ എന്ന് പറഞ്ഞ തൃശ്ശൂരുള്ള സ്കൂളാണ്. അപ്പൊ ഇത് ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആകുമ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, ഒരു അടുത്ത കൊല്ലം ആകുമ്പോൾ 2ാം ക്ലാസ് തുടങ്ങും. അങ്ങനെ അപ്പൊ ഞങ്ങൾ എപ്പോഴും സൂപ്പർ സീനിയേഴ്സാ. അപ്പൊ എന്താ വെച്ചാൽ ഞങ്ങളുടെ ഈ ബാച്ച് മാത്രമേ ത്രൂ ഔട്ടുള്ളൂ. അപ്പൊ ഇവർക്കൊക്കെ എൻ്റെ അച്ഛനെ വളരെ പേഴ്സണൽ ആയിട്ട് അറിയാം. അപ്പൊ അത് കാരണം ഈ ഒരു ആക്ടർ പരിപാടി അവിടെ ഇല്ല. ഓ ശരി. പക്ഷെ എന്നാലും ചേട്ടാ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് നമുക്കായാലും ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഒരാളൊരു ഫിലിം സ്റ്റാർ അല്ലെങ്കിൽ ഫിലിം ആക്ടർ ഒക്കെ ആവുമ്പോ നമുക്ക് അതിൻ്റെതായ ഒരു ചെറിയൊരു ഷാഡോ മകനിലേക്ക് എത്തില്ലേ. അപ്പൊ ആ ഒരു രീതിയിൽ അച്ഛൻ ആക്ടർ ആയി കഴിഞ്ഞു. അപ്പൊ എത്രയല്ല ആ ഒരു തേർഡ് പേഴ്സൺസ് ഒക്കെ അങ്ങനെ, അതായത് സ്കൂളിൽ ഇല്ല, പക്ഷെ പുറത്തു പോകുമ്പോ ശരിയാണ് പല ആൾക്കാരും അങ്ങനെ അച്ഛനോട് പെരുമാറുന്നത് മറ്റുള്ള ഒരാളുടെ പെരുമാറുന്ന പോലെയല്ലോ. ഒരു ആക്ടർ എന്ന് പറയുമ്പോ എന്തായാലും അതിന്റെ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഇല്ലില്ല, സ്കൂളില് നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഇല്ല ഒരു കാരണം എന്താ വെച്ചാൽ എന്റെ അപ്പോഴത്തെ പ്രിൻസിപ്പൽ നളിനി മിസ് പറഞ്ഞ മിസ്സിനെ അച്ഛൻ ഓപ്പാന്ന് വിളിക്കുക. അപ്പൊ അത്രയും അടുപ്പാണ്. അപ്പോ അവിടെ രവിയും ഓപ്പയാണ്. അപ്പൊ അവിടെ നമുക്ക് അങ്ങനെ സ്പേസ് അല്ല അത്. ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ പോയിരുന്ന സ്കൂളാണ്. അത്രയും ചെറിയ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരുന്നു. അതിനകത്ത് അത്രയും ഞാൻ ഉദ്ദേശിക്കുന്ന പക്ഷെ പുറത്തു പോകുമ്പോ ചില സ്ഥലത്തൊക്കെ അച്ഛനെ കാണുമ്പോൾ ആൾക്കാരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഒരു സ്റ്റാർ എന്നുള്ള രീതിയിലാണ്. കാരണം ആ സമയത്ത് കുറെ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. കുറെ ആൾക്കാർക്ക് പേടിയായിരുന്നു അച്ഛനെ. എനിക്കൊക്കെ പേടിയായിരുന്നു സത്യമായിട്ട്. അച്ഛൻ കൂടുതലും വില്ലൻ വേഷങ്ങളാണ് ഏറ്റവും കൂടുതൽ. ശരിക്കും ചേട്ടന് പേടിയില്ലായിരുന്നു അച്ഛനെ?
എനിക്കാ ഇന്നും പേടിയാ. ഇല്ല, പാസ്റ്റ് ടെൻസ് ആവശ്യമില്ല. പ്രസന്റിലും പേടിയാ. ഈ നമുക്കെന്താ വെച്ചാ ഇപ്പൊ ഞാൻ എന്റെ മക്കളോട് പെരുമാറുന്ന പോലെ അല്ലല്ലോ പണ്ട്. നമുക്ക് ഒരു എപ്പോഴും ഒരു റെസ്പെക്ട് പ്ലസ് സ്നേഹം പ്ലസ് പേടി, ഇത് നമ്മുടെ അച്ഛനോട്ടുള്ള ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ വളർന്നു. ഞാൻ വളർന്നതിനൊപ്പം അതും വളർന്നു. അതെ അതെ. അപ്പൊ അങ്ങനെയാണ് ഇപ്പോഴും. അച്ഛനൊന്ന് ഇപ്പൊ പറയും എന്റെ അടുത്ത്, അച്ഛൻ സൂക്ഷിച്ചു നോക്കിയാൽ നമ്മളൊന്ന് പേടിയല്ല, അച്ഛനോട് ഈ പറഞ്ഞ മാതിരിയാണ്. അച്ഛൻ്റെ അടുത്ത് അങ്ങനെ ഒരു കൂടുതൽ റെസ്പെക്ട് ആണ്. എനിക്ക് തോന്നുന്നു അച്ഛനോട് ഞാനാണ് കൂടുതൽ കമ്പനി ആയിട്ട് നിൽക്കുന്നത്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഒക്കെ പെരുമാറുന്നത്. അച്ഛൻ എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പക്ഷെ മക്കളുടെ അടുത്ത് എപ്പോഴും കുറച്ചൊരു സ്ട്രിക്റ്റ് അല്ല. പക്ഷെ നമ്മൾ അങ്ങോട്ട് കൊടുത്തേക്കണത് അങ്ങേയറ്റത് ബഹുമാനാണ്. അച്ഛന്റെ സിനിമയൊക്കെ ചെറുപ്പത്തിൽ കാണും. അപ്പൊ പേടിയാവില്ലേ അച്ഛനെല്ലാം ആ വില്ലൻ വേഷം ചെയ്ത് കഴിഞ്ഞാൽ? പേടിയാവില്ല. പക്ഷെ ബാക്കിൽ നിന്ന് കമന്റുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് പ്രയാസമൊക്കെ കുഞ്ഞിലായിരുന്നപ്പോ എനിക്ക് തോന്നാറുണ്ട്. അതേ ഒന്നു ദുഷ്ടൻ എന്നാണല്ലോ ആദ്യം പറയുന്നത്. ഒരു 5-6 പേരെങ്കിലും ബാക്കിൽ നിന്ന് പറയും. അച്ഛൻ ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ അല്ലേ അച്ഛൻ നല്ലതാണെന്ന് എനിക്കറിയാം. അപ്പൊ നമുക്കിത് കേൾക്കുമ്പോൾ പ്രയാസം. ശരിക്കും ആ ഒരു റിയൽ ആക്ടറിനെ നമ്മൾ അവിടെ സമ്മതിക്കണം അല്ലെ. നമ്മളെ ഒരാള് പരാമർശിക്കുമ്പോ അല്ലെങ്കിൽ ഒരു കുറ്റം പറയുമ്പോ അയ്യോ ദേ വരുന്ന ദുഷ്ടം എന്ന് പറയുമ്പോ ആ ക്യാരക്ടർ എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതാ അല്ലെ. അച്ഛനെ പറ്റി ഇങ്ങനെ ഒരു ഇമേജ് നമുക്ക് ബേസിക്കലി നമ്മൾ വെളിയിൽ നിൽക്കുന്നവർക്ക് അങ്ങനെ, അച്ഛൻ ഈവൻ സോ പാവാണെങ്കിൽ പോലും നമുക്കെല്ലാം അയ്യോ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും വീട്ടിലൊക്കെ. അപ്പൊ ഇദ്ദേഹത്തെ കാണുമ്പോ അങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അച്ഛന്റെ സിനിമകൾ കണ്ടിട്ടില്ല. നന്നായി. ഞാൻ ധ്രുവം മാത്രം, സദയവും ധ്രുവവും മാത്രമാണ്. ഞാനൊക്കെ ആ സമയത്തേക്ക് അച്ഛൻ സിനിമയൊക്കെ വിട്ട് അപ്പൊ നമ്മുടെ സമയത്ത് കണ്ടിട്ടുള്ളൊരു പടമാണ് ധ്രുവം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമ. അത്രയും പിന്നെ ഞങ്ങൾ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ആണ്. അപ്പൊ അച്ഛനെ പല ഫംഗ്ഷൻസിനും കാണുമ്പോഴും സിനിമയിൽ കാണുന്ന ഒരു പഴയ ടി ജി രവി എങ്ങനെയാന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. സിനിമകൾ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് ബിസിനസ്സും കാര്യങ്ങളായിട്ട് ചെറിയ ബ്രേക്ക് എടുത്തത്. ആ ബ്രേക്കിന്റെ സമയത്താണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് വീട്ടിൽ വന്നിട്ടാണ് ആദ്യമായിട്ട് അച്ഛൻ എന്നോട് കാണാൻ പറഞ്ഞത് പാവം ക്രൂരനാണ്. എന്നോട് പറഞ്ഞു എന്റെ നല്ലൊരു പടമുണ്ട്. അപ്പൊ ഞാൻ വന്ന സമയമാണ്. അപ്പൊ എല്ലാരും കൂടി ഇരുന്ന് കുറച്ച് കഴിയുമ്പോ ഇവരൊക്കെ പോയി, ഞാൻ ഒറ്റയ്ക്ക്. അങ്ങനെ ഒരു ആ സിനിമ അത്രയും ഒരു ഭയങ്കര ഡാർക്കാണല്ലോ പടം. പക്ഷെ അച്ഛനത് ഭയങ്കര പ്രൗഡായിട്ടാണ് എന്റെ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിലാണ് അതിന് അച്ഛൻ എനിക്കൊന്ന് ഒത്തിരി സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യുന്നത്. കുറെ പേര് അതുമായിട്ട് കമ്പയർ ചെയ്യണം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണല്ലോ, ഒരു സീരിയൽ കില്ലർ പരിപാടി തന്നെയാണ് അതിന്റെ അകത്തുള്ളത്. അപ്പൊ അതൊക്കെ ഒരു അത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അച്ഛൻ ശരിക്കും നിങ്ങളുടെ ഡിസ്റ്റന്റ് റിലേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ കല്യാണം ആലോചിച്ചാന്നോ? അല്ല, ഞങ്ങള് പ്രണയിച്ച കല്യാണം കഴിച്ചാണ്. അതിന്റെ ഇടയിൽ കൂടെ അച്ഛൻ കണ്ടില്ല, ജനിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം അതിനൊരു പാവം ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ ഒരു പോക്ക് എങ്ങനെയായിരുന്നു? അല്ല, അത് തന്നെ ഞങ്ങൾ ഈ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ആയ കാരണം പല കല്യാണങ്ങൾ കാണും, പലതും കോമൺ ആയിരിക്കും. അപ്പൊ അതിനൊക്കെ പോകുമ്പോ ഇങ്ങനെ കാണും. എന്റെ ഫസ്റ്റ് കസിൻ കല്യാണം കഴിച്ചിട്ടുള്ളത് ആളുടെ ഫസ്റ്റ് കസിനെയാണ്. അപ്പോഴാണ് ഇങ്ങനെ കാണുന്നത്. റിലേഷൻ കുറച്ചുകൂടെ അടുത്തു. അപ്പോഴാണ് ശരിക്കും ഞങ്ങൾ അപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. പഠിക്കുകയൊക്കെ ആയ കാരണം കണ്ടിട്ടില്ലേ. പിന്നെ ആ സമയത്ത് കല്യാണം ആലോചിക്കുന്ന സമയത്ത് എന്റെ കല്യാണം ആലോചിച്ചോണ്ടിരിക്കുക, ഇതായിട്ടില്ല. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ കല്യാണം എനിക്ക് 29-30 മുട്ടിങ്ങനെ നിൽക്കുക. ഞാനിങ്ങനെ പുറം നിറഞ്ഞ് നിൽക്കണ കാരണം അന്വേഷണം നടക്കണം. അമ്മ പല സ്ഥലത്തും കല്യാണങ്ങൾക്ക് പോകുമ്പോൾ നല്ല കുട്ടികൾ. അപ്പൊ ഇതിനെ കണ്ടു. അപ്പൊ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു അതൊരു നല്ലൊരു കുട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പൊ അമ്മ ഇവിടുന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞു ഇല്ല, ആ കുട്ടി +2 മറ്റോ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു റോങ് ഇൻഫർമേഷൻ. അപ്പോൾ ഡിഗ്രി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയോ അവിടുത്തെ കോളേജിലത്തെ മേഴ്സി കോളേജിലാണ് പഠിച്ചത്. അറിയാം, പിന്നെ മുൻപ് ഷൂട്ട് ചെയ്ത സ്ഥലം. അപ്പൊ മേഴ്സി കോളേജിലാണ് പഠിച്ചത്. മേഴ്സി കോളേജില് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് എന്നെ അന്വേഷിച്ച് നമ്പറൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞിരിക്കുക. കുറച്ച് സിനിമകൾ ചെയ്തുള്ളൂ, അങ്ങനെ ഒരുപാട് മയൂഖം, ചാന്തുപൊട്ട്. അപ്പൊ ഇത് പിടിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങള് പിന്നെ പ്രണയമായി. അങ്ങനെ സംസാരിച്ച് ഞങ്ങൾ മാറ്റി. ഞാൻ ഷൂട്ട് കാരണം വരാൻ പോകാൻ പറ്റിയില്ല. പക്ഷെ മുറിച്ചില്ല. നമ്മളപ്പുറത്തൊരു കിളിനാദം കേട്ടപ്പോ നമ്മളിപ്പുറത്ത് ഹോൾഡ് ചെയ്യുള്ളൂ, കട്ട് ചെയ്യില്ല.
അപ്പൊ അതിങ്ങനെ സംസാരിച്ച് കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അന്ന് കണ്ട കുട്ടി തന്നെയാണ്, അത് ആദ്യം അമ്മയോട് പറഞ്ഞ കുട്ടി തന്നെയാണ് ഇത് എന്നുള്ളത് കുറെ കാലം ശേഷമാണ്, പ്രണയമൊക്കെ അതിന് ശേഷമാണ് അറിയുന്നത്. അഭിനയിക്കോ? അഭിനയിച്ചു തുടങ്ങി. ഞാൻ മാർക്കോ ഞാൻ കണ്ടു കാണില്ല. എന്നാന്നറിയോ, ഒത്തിരി വയലൻസ് ആന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇച്ചിരി പേടിയായിരുന്നു കാണാനായിട്ട്. പോയാൽ തന്നെ എപ്പോഴും ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നതിനെക്കാട്ടിലും നല്ലത്. പിന്നെ വേറെ ഏതെങ്കിലും 1000 Babies എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ചെയ്തു. പിന്നെ സുമതി വളവില് അഭിനയിച്ചു, അതിലൊരു ക്യാരക്ടർ ചെയ്തു. ചെറിയ കുറെ പേരുണ്ട്. മൊത്തം ഫാമിലി ആയി. അച്ഛൻ, മകൻ, മരുമോള്, മോൻ അഭിനയി. മോൻ ജനറേഷനായി. പ്രകാശൻ ബർക്കട്ടെ അവൻ 6 വയസ്സുള്ളപ്പോ ചെയ്തതാ. ധ്യാൻ ശ്രീനിവാസിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ്. അല്ലല്ല, അതിൽ അവനും മറ്റേ മാത്യു തോമസുമാണ് മെയിൻ ക്യാരക്ടേഴ്സ്. ഒരു ബ്രദർഹുഡ് പരിപാടിയായിരുന്നു. ദിലീഷേട്ടന്റെ മക്കളായിട്ട് ഷഹദ് എന്ന് പറഞ്ഞൊരു ധ്യാന്റെ കൂടെയൊക്കെ എല്ലാ ആക്ഷൻ ഡ്രാമയിലൊക്കെ വർക്ക് ചെയ്ത്, ഞാൻ ഉറിയടിയിലൊക്കെ അവനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവന്റെ ആദ്യത്തെ ഡയറക്ഷനാണ്. ഇപ്പൊ കഴിഞ്ഞിട്ട് അനുരാഗ് എന്ന് പറഞ്ഞ പടം ചെയ്തപ്പോ അതിലും മോനൊരു ചെറിയ വേഷം കൊടുത്തു. മറ്റൊരു ത്രൂ ഔട്ട് വേഷമായിരുന്നു. വെരി ഗുഡ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അച്ഛന്റെ സമയത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് തന്നെ അറിയില്ല. അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പോ ചേട്ടനും അഭിനയിക്കാൻ തുടങ്ങിയില്ലേ ഒരു പ്രായമായപ്പോഴത്തേക്ക്. അപ്പൊ ശരിക്കും ഇന്ന് പറയുന്ന ഭയങ്കര ഒരു സാധനമുണ്ട്, ഒരു നെപ്പോക്കിഡ് എന്നുള്ള ഒരു സാധനം. അന്ന് അത് അത്രയും ഇതായിരുന്നു ഇല്ല. അങ്ങനെ ആ ഒരു ഷാഡോ നമ്മളിലേക്ക് ഒരുപാട് ബാധിക്കുന്നു. അത് എപ്പോഴും, അത് ഇന്നിപ്പോ ഇവിടെ ഇരിക്കുമ്പോഴും അച്ഛന്റെ കാര്യമാണല്ലോ ആദ്യം സംസാരിക്കുന്നത്. അത് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഇന്നവർ തോന്നിയിട്ടില്ല. നെപ്പോക്കിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രി മേ ബി കുറച്ചും കൂടി ഈസിയർ ആയിരിക്കാം, എല്ലാം ഞാൻ പറയുന്നില്ല. ആ സ്ട്രഗിൾ കുറച്ച് നമ്മൾ എവിടെ പോയാലും രവിചേട്ടന്റെ മോൻ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഇരിക്കാൻ പറയും. ഒരു പ്രിഫറൻസ് ഉണ്ട്. മയൂഖത്തിൽ നമ്മൾ ചെയ്തത് വളരെ മോശമാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമുക്കൊരു അടുത്ത പടം മയൂഖത്തിലേക്ക് എത്തിയത് ശരിക്കും ഒരു നെപ്പോക്കിഡ് അങ്ങനെയാണോ? അതല്ല, ഒബ്വിയസ്ലി അതൊരു റീസൺ ആണ്. ഞാനൊരു അപ്ലൈ ചെയ്തിട്ട് കാസ്റ്റിംഗ് കോൾ അന്ന് പത്രത്തിൽ പരസ്യം വരിക ചെയ്തത്. അതിന്റെ രീതിക്ക് തന്നെ പത്രത്തിൽ പരസ്യം വന്നു കഴിഞ്ഞിങ്ങനെ ഞാൻ ആ സമയത്ത് നാടകങ്ങളൊക്കെ കുറച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ കുറച്ച് ഇതുപോലെ പൃഥ്വിരാജും ഇന്ദ്രജിത്തൊക്കെ അഭിനയിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കും ഇങ്ങനെ എവിടെയോ ഒന്ന് നോക്കണം, നമുക്ക് അഭിനയം നമ്മൾ താല്പര്യമുണ്ട്. ഞാൻ നാടകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പരസ്യം വന്നപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇതിന് ഒരു ഓഡീഷന് വരുമെന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ദേവഗിരി കോളേജിൻ്റെ അടുത്തൊരു സ്ഥലത്ത് ഹരിഹരൻ സാറുണ്ട്. അപ്പോൾ അവിടെ ഓഡീഷന് വരാൻ പറഞ്ഞു. ഒരു ദിവസം തന്നു. അപ്പോൾ ഞാൻ ഇന്ന ആളാണെന്ന് അറിയാം, അവിടെ ചെല്ലുമ്പോൾ അറിയാം. പക്ഷെ അവിടെ 100-200 പിള്ളേരുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഓഡീഷനും ചെയ്തു. ഓഡീഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൻ്റെ അകത്തൊരു കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്, ശ്രീത്തിന് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഫസ്റ്റ് ഹാഫിന് മാത്രമേ വരുള്ളൂ പറഞ്ഞു. ഒന്നും സന്തോഷമുള്ളൂ പറഞ്ഞിട്ട് അങ്ങനെയാണ് മയൂഖം ചെയ്യുന്നത്. ചേട്ടൻ ഇങ്ങനെ പോകുന്നു പറഞ്ഞപ്പോൾ അച്ഛന് ഹാപ്പി ആയിരുന്നു? അച്ഛന് എതിരഭിപ്രായമൊന്നുള്ളതായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, MBA കഴിഞ്ഞു, പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോളോ ടയേഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ബാംഗ്ലൂർ MBA കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് നാടക പരിപാടികൾ സജീവമായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിലാണ് പിന്നെ അതുകൊണ്ട് ഡിഗ്രി എല്ലാം കയ്യിലുള്ളതുകൊണ്ട് അച്ഛനൊന്നും പറയാനും പറ്റുന്നില്ല, രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ അച്ഛന് തന്നെയായിരുന്നല്ലോ പരിപാടി. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ചാന്ത് പൊട്ടിൽ ആ വില്ലൻ വേഷം നല്ലോണം ശ്രദ്ധിക്കപ്പെട്ടു. അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വില്ലൻ കഴിഞ്ഞിട്ട് കോമഡി ഷിഫ്റ്റ് ചെയ്തതല്ല, നമുക്ക് എപ്പോഴും വേഴ്സറ്റൈൽ ആവണം, നമുക്ക് പല ടൈപ്പ് വേഷങ്ങൾ ചെയ്യണം എന്നൊക്കെയായിരുന്നു നമുക്ക് എപ്പോഴും ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ കുറച്ച് നാൾ ഈ വില്ലൻ വേഷത്തിൽ അങ്ങ് പെട്ടു. അതായത് നമ്മളെവിടെ ചെന്നാലും ആദ്യം ഒരു വടിവാളെടുത്ത് തരും, മേക്കപ്പ് ഇവിടെ ഒരു മാർക്കുണ്ട് അതൊന്നും കൂടി കുത്തി ഒന്നും കൂടി മാർക്കാക്കും, വേറെ എക്സ്ട്രാ ഒരു വെട്ടിട്ട് തരും, ആർട്ടിന്റെ കയ്യിൽ നിന്ന് ഒരു വാള് തരും, പിന്നെ കോസ്റ്റ്യൂം ഒരു കൈലിയും ട്രൗസർ പുറത്ത് കാണുന്ന പോലെ കൈലിയും തരും. പക്ക ഗുണ്ട പരിപാടിയായിരുന്നു കുറെ നാള്. പ്രത്യേകിച്ച് ഈ മട്ടാഞ്ചേരി ബേസ് ചെയ്ത് കുറെ പടങ്ങൾ ആ സമയത്ത് സ്ഥിരം ഞാൻ കൊട്ടേഷൻകാരനായിരുന്നു. മട്ടാഞ്ചേരി പല ആൾക്കാരും വിചാരിച്ചു ഞാൻ മട്ടാഞ്ചേരിക്കാരനാണെന്നാ. കുറെ നാൾക്കാർ ആ പരിസരത്ത് തന്നെയായിരുന്നു ഞാൻ കുറെ നാളുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ നമുക്കിത് മാറണം നമുക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വരാൻ ആഗ്രഹിച്ച സമയത്താണ് ശരിക്കും ഈ മറ്റേ കിളി പോയി എന്ന് പറഞ്ഞ സിനിമ വന്നതിൽ നല്ല ഹ്യൂമർ കലർന്നൊരു പോലീസുകാരൻ്റെ വേഷം. 2-3 സീനേ ഉള്ളൂ, പക്ഷെ എനിക്കത് ഹ്യൂമർ ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി, അത്യാവശ്യം ചിരി ചെയ്യാൻ കുഴപ്പമുണ്ടാവില്ല എന്നുള്ളത് എനിക്കൊരു തോന്നൽ വന്നു.
പിന്നെയാണ് അഭയകുമാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ പുണ്യാളനഗർ ബത്തീസിൽ എനിക്ക് വരുന്നത്. അതിലാദ്യം വേറെ വേഷമായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ആ ലാസ്റ്റ് മിനിറ്റിൽ അത് ചെയ്യേണ്ടിരുന്ന നടൻ എത്താൻ പറ്റാത്തതുകൊണ്ട് എന്നെയാണ് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ രഞ്ജിത് ശങ്കർ എൻ്റെ വളരെ അടുത്ത സുഹൃത്തും എൻ്റെ റിലേറ്റീവും കൂടിയാണ്. അപ്പോൾ പാസഞ്ചറിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പുണ്യാളനഗർ ബത്തീസിൽ ഈ വേഷം എനിക്ക് അങ്ങനെ വന്നു ചേരുന്നതാണ്. അത് പക്ഷെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ക്യാരക്ടർ. അപ്പൊ ഞാനാണെങ്കിൽ അങ്ങനത്തെ ഒരു വേഷം, ഒരു ത്രൂ ഔട്ട് ഒരു ഹ്യൂമർ വേഷം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. എനിക്ക് നേരത്തെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ബാക്കിയുള്ളവർക്കില്ലായിരുന്നു. അപ്പൊ ഞാനിത് ഞാൻ ചാൻസ് ചോദിച്ചിട്ട് ഞാനിപ്പോ പല ആൾക്കാരുടെ അടുത്ത് നമ്മൾ തെണ്ടി തിരിഞ്ഞ് നടന്ന് നമ്മുടെ സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇല്ലതല്ല പറഞ്ഞത്. അപ്പൊ നമ്മൾ ആ സ്ട്രഗിളിന്റെ ഭാഗമായിട്ട് നമ്മൾ പല ആൾക്കാരുടെ അടുത്ത് അവസരം ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നത് ശ്രീത്തേട്ടാ, അയ്യോ ശ്രീത്തിന് പറ്റിയ വേഷമില്ല, അതായത് ഗുണ്ട വേഷമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഹ്യൂമർ ചെയ്യാൻ പറ്റുന്ന അവർ ചിന്തിക്കുന്ന പോലും ഇല്ല. അപ്പൊ അത് അവസാനം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാന്നായി. എന്ന് പറഞ്ഞാൽ ചെയ്ത് അത്യാവശ്യം ആൾക്കാർ കുഴപ്പമില്ലാന്നുള്ള അഭിപ്രായം പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. നമുക്ക് അങ്ങനത്തെ ശേഖവർന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇന്ദ്രജിത്ത് ആയിരുന്നു ഹീറോ. അത് ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ അതാണ്. എല്ലാവരും സാധാരണ പുണ്യാളനെ പറയാ, ടോട്ടലി നെഗറ്റീവ് ക്രിട്ടിസൈസ് ചെയ്യോ? നന്നായി നമുക്ക് നമ്മളെ ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് നമ്മള് ഇതാനെന്താ കാണിച്ചിരിക്കുന്ന ചോദിക്കും. ഒരു ഭാര്യക്കാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ, അല്ലാതെ ബാക്കിയുള്ളവരെല്ലാരും നല്ലതാന്നേ പറയത്തുള്ളൂ. ഭാര്യയെ പറയത്തുള്ളൂ ഇത് കൊള്ളത്തില്ലായിരുന്നു അല്ലേ. ചേട്ടൻ ഡബ് ചെയ്യാറുണ്ട് അല്ലേ? ഇല്ല, ഞാൻ അച്ഛന് ഡബ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് വോയിസ് വരും? കറക്റ്റ് വോയിസ് അല്ല, ഇപ്പൊ തീരെ ഇല്ല. ഇപ്പൊ ഭയങ്കര വ്യത്യാസം. പണ്ടൊരു അച്ഛനൊരു 60-65 വയസ്സുള്ള സമയത്ത് ഞാൻ പ്രാഞ്ചിയേട്ടനെ ഡബ് ചെയ്തിട്ടുണ്ട്. പ്രാഞ്ചിയേട്ടൻ എന്നുള്ള സിനിമ ഫുള്ള് ഞാൻ ഒന്ന് സംസാരിക്കോ അച്ഛനെ? അങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാ നിനക്കിനി വേണ്ട തോന്നുമ്പോ ഞാനൊരു ഫുൾ സ്റ്റോപ്പ് ഇടും. എരക്കലിനല്ല, ഉതുപ്പേട്ടന്റെ ലൈഫിന്. അതിലേക്ക് കയറ്റിയതാ. അപ്പൊ നമുക്ക് തുടങ്ങുമ്പോ ഇല്ല, ഉതുപ്പേട്ടന്റെ ലൈഫിന് ഞാൻ ഡയലോഗ് ആലോചിക്കായിരുന്നു, മുഴുവനായിട്ട് എനിക്ക് ഓർമ്മയില്ല. അച്ഛന്റെ ഒരു പ്രസൻസ് അറ്റ്ലീസ്റ്റ് വന്നു ഇവിടുന്ന് പോകുന്നില്ല, അച്ഛന്റെ ഒരു ഒച്ച കേൾക്കാൻ പറ്റുന്നത്. ഇത് എപ്പോഴും അഭിനയിക്കാൻ തീരുമാനിച്ചേ? ഞാൻ ആക്ച്വലി ടീച്ചറാണ് ആയിരുന്നു, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ കോവിഡിന് ശേഷമാണ്, കോവിഡ് കാലഘട്ടത്തിലാണ്. ഐ എം സോ സോറി, പ്രേക്ഷകരോട് സോറി. പേര് ചോദിച്ചു? സജിത. മര്യാദകേടാണ്, പക്ഷെ എന്നാലും പറയൂ. കോവിഡ് കാലഘട്ടത്തിലാണ്. അന്ന് ഞാൻ ടീച്ച് ചെയ്യുന്നുണ്ട്, അന്നൊക്കെ ഓൺലൈൻ ആണല്ലോ. ആ സമയത്ത് 11th പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിലാണ് നമുക്ക് ഈ ലോക്ക്ഡൌൺ വന്നപ്പോ ഏറ്റവും ആദ്യം അടയ്ക്കപ്പെടുകയും അവസാനം തുറന്നു വിടുകയും ചെയ്യുന്ന ഒരു ഫീൽഡാണല്ലോ എന്റർടൈൻമെന്റ്. അപ്പൊ അങ്ങനെ വീട്ടിലിരുന്ന് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയപ്പോ ഞാൻ കുറച്ചൊക്കെ എഴുതും. അപ്പൊ അങ്ങനെ 1-2 സ്ക്രിപ്റ്റ് ഒക്കെ കൊടുത്തപ്പോ ചെറിയ ഷോർട്ട് ഫിലിംസ് മാറി ഒരു 5 മിനിറ്റ് ഒക്കെ ഉള്ള ചെറിയ വീഡിയോസ് ചെയ്തു തുടങ്ങി സ്വന്തമായിട്ട്. അല്ല, ഞങ്ങൾ വേറെ ആരെയും കിട്ടില്ലല്ലോ, കയ്യിലുള്ള ക്യാമറയും പരിപാടിയൊക്കെ വെച്ച് ചെയ്തു തുടങ്ങി. അത് ആരുടെ രഞ്ജിത് ശങ്കറിന്റെ പേജിലായിരുന്നു തോന്നുന്നു ആദ്യത്തെ രഞ്ജിത് ശങ്കറിന്റെ. അന്ന് എല്ലാരും എന്തും കാണുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് അത്ര ഒന്നുമില്ല, സിനിമകളില്ല, പുറത്തു പോകാൻ പറ്റില്ല. കുറെ ആൾക്കാരെ ഇങ്ങനെ കണ്ട്, കുറെ ആൾക്കാര് ഇവരെ ആഡ്സിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട്, മോഡലായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് കുറെ ആഡുകൾക്ക് വിളിച്ചു തുടങ്ങി. അപ്പൊ പിന്നെ അതങ്ങനെ ഒരു വശത്തോടെ അത് തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോ സിനിമയിലേക്കും ചെറിയ വേഷങ്ങൾക്കൊക്കെ വിളിച്ചു തുടങ്ങി. ഇഷ്ടമായിരുന്നു അഭിനയിക്കാൻ? എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അഭിനയിക്കും എന്നുള്ളൊരു തോന്നല് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ കോളേജിലൊന്നും അങ്ങനെ ഒരു ഡാൻസോ പരിപാടിയോ ഒന്നുമില്ല. ഞാൻ വളരെ വീട്ടില്, പിന്നെ നമുക്കെന്ന് വെച്ചാൽ ചെയ്യുന്ന നമ്മൾ കൂടെയുള്ളവരുടെ കൂടെ തന്നെ ആവുമ്പോ നമുക്ക് വലിയൊരു ടെൻഷനൊന്നുമില്ല. വീട്ടിലുള്ള അതേപോലെ തന്നെയാണല്ലോ. അപ്പൊ അത് കാരണം എനിക്ക് വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. സമീപിക്കണില്ലല്ലോ, അപ്പൊ നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാവുന്ന. അപ്പൊ നല്ലൊരു ഗ്രോത്ത് ആയിരുന്നു ശരിക്കും. അത് കഴിഞ്ഞ് ഇത് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു കോൺഫിഡൻസ് ആയപ്പോ കുറച്ച് പരസ്യങ്ങൾ ചെയ്തു. ആഡ് ചെയ്യാൻ പോകുമ്പോ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ചെയ്യാൻ പറ്റുമോ? ഞാൻ കുറെ തവണ ഇങ്ങനെ ചോദിച്ചു, ഞാൻ ചെയ്യണോ? വെറുതെ അറിയാത്തൊരു പണി പുറത്തു പോയി. പക്ഷെ ശരിക്ക് അമ്മേനോട് ചിഞ്ചു പറഞ്ഞത് എന്നുള്ള സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കണ്ടാൽ ശരിക്ക്
നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഹ്യൂമറാണ്. എന്നതാ അഭയനോട് ചിഞ്ചു പറഞ്ഞു. അഭയനോട് ചിഞ്ചു പറഞ്ഞത്. ഓക്കെ, അത് ഞാൻ എന്തായാലും കാണും. അതൊന്ന് നോക്കിയിട്ട് കാണും. അപ്പൊ എന്നാ ചേട്ടാ, എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഫേസ്ബുക്കിലില്ല. ഇതിലത്തെ ഇപ്പൊ നമുക്ക് കാണുന്ന ഈ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന റീൽസ് ഒക്കെ ഇപ്പൊ അതിന്റെ ഒരു തുടക്കമാണ്. മറ്റേ ഇപ്പൊ നമ്മൾ 30 സെക്കൻഡിലേക്ക് ചുരുങ്ങില്ല, മറ്റേ 10-12 മിനിറ്റ് നമുക്ക് സമാധാനം. അതിലത്തെ കുറെ സാധനങ്ങൾ തന്നെയാണ് ഇപ്പൊ പല ആൾക്കാർ റീൽസ് ആയിട്ട് അറിഞ്ഞിട്ടൊന്നും ആവില്ല ചിലപ്പോ. അതിലത്തെ ചില നമ്മൾ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഇപ്പൊ റീൽസ് ആയിട്ട് 30 സെക്കൻഡ് വരുന്നുണ്ട്. അപ്പൊ ആ പറഞ്ഞ കണ്ടന്റുകൾ ഇപ്പോഴും ലൈവ് ആണെന്ന് പറഞ്ഞാൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആൾക്കാർക്ക്. ഒരു സ്റ്റോറി ഇതാണ്, നമ്മൾ ഈ മറ്റേ ഗൂഗിൾ നോക്കിയിട്ട് മാപ്പ് നോക്കി പോകുന്ന ഒരു അവസ്ഥയും വഴിയിൽ പെട്ടുപോകുന്നതും. വാട്സാപ്പിനെ വിശ്വസിക്കുന്ന ഒരു അങ്ങനത്തെ വാട്സാപ്പിൽ. അത് 2 ടൈപ്പ് ജനറേഷനും മനസ്സിലാവുന്ന രീതിയിലും റിലേറ്റ് ചെയ്യാവുന്ന രീതിയിൽ. എന്തായാലും ഇത് ഞാൻ കാണും ഉറപ്പായിട്ടും. അതായിരുന്നു അവസാനത്തെ എപ്പിസോഡ്. അല്ല, അവസാനത്തെ അതെ. പിന്നെ എഴുതുവോ? ചെറുതായിട്ട്, അങ്ങനെ ഒരു വലിയ എഴുത്തുകാരിന്നല്ല, ഇതുപോലത്തെ വല്ലതൊക്കെ ചെറുതായിട്ട്. അങ്ങനെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെയുള്ളത് ഒരു കുറച്ച് എഴുതി വെക്കും. അതിനെ ഡെവലപ്പ് ചെയ്യാൻ പിന്നെ ഇതിനൊന്നും വേണ്ടിയിട്ട് എഴുതിയതൊന്നല്ല, പലതും ഇങ്ങനെ ഫാമിലി ആയിട്ട് അഭിനയവും ഈ കലയായിട്ട് ഒരുപാട് അടുത്ത് ജീവിക്കുന്നുണ്ട്. അച്ഛന്റെ അഭിപ്രായം എന്താ? അച്ഛനാണ് ഏറ്റവും കൂടുതൽ ഭയങ്കര സപ്പോർട്ടാണ്. അച്ഛൻ ഭയങ്കര ജോലി വിടാന്നും പറയുമ്പോ, അങ്ങനെ ഞാൻ ജോലി വിട്ടത് അങ്ങനെയാണ്. കാരണം ഇത് രണ്ടും കൂടി കൊണ്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം 11th എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളും കുറച്ച് റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളെ പണ്ടത്തെ പോലെയല്ല, അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ അറിവുണ്ട്. അപ്പൊ അങ്ങനെ കണ്ണടച്ചു പോയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്റെ സബ്ജക്ട് എക്കണോമിക്സ് ആണ്. അപ്പൊ നല്ലോണം പ്രിപ്പയർ ചെയ്യണം. ഞാൻ പറയും, ഞാൻ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ നല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലേ? അത് നമ്മള് ക്ലാസ് ആദ്യമേ ആയിരിക്കും ചെറിയ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ ഞാൻ എന്റെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാട്ടോ. ഞാൻ ആദ്യം എന്റെ ഫസ്റ്റ് പഠിപ്പിക്കുന്ന ടീച്ചിങ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. അന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ പിള്ളേരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ടീച്ചർ വരട്ടാൻ കൊള്ളാം. പിന്നെ റിക്വസ്റ്റ് ചെയ്ത് ഞാൻ 4th ലോ 5th ലോ മറ്റോ വാങ്ങിച്ചു. പക്ഷെ അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നവരാണ് മനസ്സിലായത് ചെറിയ കുട്ടികളാണ് ശരിക്കും. 11th സ്റ്റാൻഡേർഡിനെ ഹാൻഡിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ പിള്ളേർക്ക് എന്നെ പേടിയായിരുന്നു, അവർക്ക് എന്നെ പേടിയായിരുന്നു. അങ്ങനെയുള്ള കുട്ടികളെ എനിക്ക് ഭയങ്കര. ഫേസ് വെച്ചിട്ട് ദേഷ്യം കാണിക്കോ? പല ആൾക്കാരും പറയും, സജിത എപ്പോഴും ചിരിച്ചിട്ടാണല്ലോ ഇരിക്കണേ, എപ്പോഴും ചിരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു, ചിരിക്കാത്ത ഒരുപാട് സമയങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാത്തോണ്ട്. അച്ഛനും മക്കളും പൂർണ്ണമായി യോജിക്കുന്നുണ്ടോ ഈ പറയുന്നേല്? എന്റെ അമ്മ, ഞാൻ 5 മിനിറ്റ് ഇരുന്ന് ഇനി എന്നെ വരട്ടുമോ? ഭക്ഷണം കൊടുക്കാൻ ചേട്ടാ, നമുക്ക് ഇതിനാണ് വന്നത്. അതെ, ഇതാണ് എന്റെ സ്പെഷ്യൽ. അപ്പൊ ചേട്ടാ, നമുക്ക് കഴിച്ചുകൊണ്ട് വർത്താനം പറഞ്ഞാലോ? ഇവിടെ ഇല്ലേ, റൂൾസ് ഒന്നും ഇല്ലേ, നമ്മൾ ഫ്രീ ആണ്. ശരി. അവിടെ കഷ്ണം കൂടുതൽ പോയി. കൊച്ചു പിള്ളേരെ പോലെ. അത് കൊള്ളാട്ടോ. ഞാൻ എന്നാ ഇത് ഇങ്ങനെ അടുത്ത് കൊടുത്തേക്കാം. കൊച്ചുമ്പോ മുന്നായ്മയൊന്നും വേണ്ടല്ലോ. അതല്ലേ ഏറ്റവും നല്ലത്. കഴിച്ചുകൊണ്ട് നമ്മൾ വർത്താനം പറയും. ഇതെന്താണ് സാധനം ആദ്യം പറയൂ. ചിക്കൻ, നമ്മളിപ്പോ സാധാരണ ചിക്കൻ പെരട്ട് അങ്ങനെയൊക്കെ പറയില്ലേ, റോസ്റ്റ്. അപ്പൊ ഒന്ന് കഴിച്ചേ. ഞാൻ വർത്താനം പറയുവേ. ശരി, വർത്താനം പറഞ്ഞു. ചേട്ടാ, ഈ അഭിനയിക്കുന്ന പോലെ വാവ്, അതല്ലല്ലോ, സെൻസറായിട്ടല്ലേ? എനിക്കറിയില്ല, ഇവര് പരിസ്ഥിതി അഭിനയിക്കണം, ഇവർക്ക് അതറിയാം. സത്യസന്ധമായി പറഞ്ഞല്ലേ, ദൈവമേ തല്ലാൻ പോകുന്ന പോലെയൊക്കെയാണ്. അതാണ് ഇപ്പൊ പറഞ്ഞേ, അല്ല. ചേട്ടാ നല്ല കുക്കിയില്ലേ? കുക്കിംഗ് ഇഷ്ടല്ലേ? ഞാൻ ഈ കോവിഡിൽ ഇവര് അഭിനയത്തിലോട് തിരിഞ്ഞപ്പോ ഞാൻ പതുക്കെ കുക്കിങ്ങിലോട് തിരിഞ്ഞു. അത് സത്യം പറയൂ, അഭിനയത്തോട് തിരിഞ്ഞപ്പോഴത്തേക്ക് പട്ടിണിയായോ? ചേട്ടൻ പഠിച്ചതല്ലോ. കുക്കിംഗ് പഠിച്ചത് കോവിഡ് സമയത്ത് തന്നെയാണ് പഠിച്ചത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ആരും ഹെൽപ്പ് അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കൊള്ളാം, നല്ല പരിപാടിയാ. നമുക്കിങ്ങനെ കുറെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാം.
ഭയങ്കര ക്രിയേറ്റിവിറ്റിക്കുള്ള Correct സ്ഥലമായിട്ട് തോന്നി നമുക്ക്. സത്യം അത് ആസ്വദിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിനിപ്പോ ഇത് തന്നെയല്ല ഏതാന്നേലും അതെ. നമുക്ക് ഒരു സാധനം ഇഷ്ടമായി നമ്മൾ ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാ. അതല്ല ബേർഡൻ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആർക്കും പിടിക്കുകയില്ല അല്ലേ? നമുക്കത് അതായത് ഇതിനൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പല ചെറിയ ട്വിസ്റ്റുകൾ ചെയ്യാം. നമുക്ക് അങ്ങനെ ഇതിന് മറ്റേ ടച്ച് ഇനിയിപ്പോ അത് മോശമായാലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞാലും കുഴപ്പമില്ലാത്ത ആൾക്കാർക്കുള്ള കൊടുക്കുന്നത്. പരീക്ഷിക്കാനും അതിന്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷം. ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ് ആയിട്ട് എനിക്ക് കുറെ സമയം എടുക്കും. കുറെ സമയം എടുക്കും. രാവിലെ രാവിലെ പ്ലാൻ ചെയ്താൽ രാത്രിക്ക് ഡിന്നറിന് മാത്രം പ്ലാൻ ചെയ്താൽ മതി. ചേട്ടാ ഒരു കാര്യം ചോദിച്ചിട്ടെ, നമ്മുടെ ഈ വില്ലൻ വേഷൻ ഒരുപാട് ചെയ്തിട്ടില്ലേ? ആക്ച്വലി ഒരു വില്ലൻ മറ്റു വില്ലനുമായിട്ട് സെയിം വരാത്ത രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചിട്ടില്ലേ? അതിനുള്ള സമയവും സൗകര്യങ്ങളും കിട്ടുവാണെങ്കിൽ ചിലപ്പോ നമുക്ക് 2-3 സീനേ കിട്ടുള്ളൂ. പരമാവധി ശ്രമിക്കാറുണ്ട്. നല്ലോണം മാറ്റം വരുത്തിയിട്ട് ചെയ്തത്. അത് പിന്നെ കുറച്ചൊക്കെ എന്റെ ഡയറക്ടറും ഇന്ദ്രനും ഒക്കെ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ കുറച്ച് ലൗഡ് പെർഫോമൻസ് ആയിരുന്നു അതുവരെ ചെയ്തിരുന്നത്. അപ്പൊ ചേകവറില് സത്യം പറഞ്ഞാൽ മണിച്ചാറിന്റെ കൂടെ ഒരു സീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ദ്രൻ കയറി വന്നു. ഇന്ദ്രൻ അടുത്ത സീൻ എടുക്കാറായിട്ട് കയറുന്നു. അപ്പൊ ഇന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചോളൂ, ശ്രീത്ത് ഇതൊന്ന് മാറ്റി പിടിക്കുമോ, ശ്രീത്ത് കുറച്ച് ലൗഡായിട്ട് എല്ലാത്തിലും ചെയ്യുന്നതല്ലേ, നമുക്കൊന്ന് ഭയങ്കര ഒതുക്കിയിട്ടൊരു സാധനം ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു. ഞാൻ സജീവമായിട്ട് സംസാരിച്ചു. എന്നാൽ ഫുൾ ഡെഡ് പാനായിട്ട് വളരെ സട്ടിൽ. അന്ന് അങ്ങനെ എല്ലാവരും കുറച്ച് ലൗഡായിട്ട് ചെയ്യുന്ന ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ പിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡൗൺ ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ചില വില്ല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോണ്ടല്ലോ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ വില്ലനെ ആയിരിക്കരുത് മറ്റേ വില്ലൻ. ശരി ശരി ശരി. അച്ഛാ ഒരു സാധനം ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പറയുന്നത് ഒന്ന് കണ്ടുപിടിക്കരുത്. അതുപോലെ എനിക്ക് അച്ഛൻ ഇത്രയധികം വില്ലൻ വേഷം ചെയ്യില്ലേ. അപ്പം ഞാൻ ഈ 50 വർഷത്തെ പരിപാടി ചെയ്യുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതിൽ ഓരോന്നിലും ചെറിയ മാറ്റങ്ങൾ അച്ഛൻ്റെ പെർഫോമൻസുകൾ കാണുന്നുണ്ട്. പാവം ക്രൂനിലുള്ള വില്ലനല്ല ഒരു കൊച്ചു കഥ ആരും പറയാത്ത കഥ എന്ന് പറഞ്ഞ സിനിമയിലുണ്ട്. അപ്പോൾ അതിൽ ഭയങ്കര വഴുക്കി ഒരു പേഴ്സൻ്റെ അകത്തുനിന്ന് ഒരു 100 രൂപ മാത്രം, അതായത് 1000 രൂപയുള്ളതിനകത്ത് 150 മാത്രം എടുത്തിട്ട് പോകുന്നു. ചെറിയ ബ്ലാക്ക് മെയിലിംഗ് പരിപാടികൾ. അയ്യോ കുട്ടിക്ക് എന്ത് തോന്നുമാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമുള്ള ഒരു വില്ലൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വില്ലൻ ക്യാരക്ടർ അച്ഛൻ്റെ അത്. അങ്ങനെ കാരണം പല ആൾക്കാർ ഇപ്പം നേരത്തെ ഇവർ പറഞ്ഞ പോലെ തന്നെ, സഞ്ജു പറഞ്ഞ പോലെ തന്നെ ചേകവർ അധികാരം പറയാത്ത പോലെ എനിക്ക് ഈ ഒരു കൊച്ചു കഥ ആരും പറയാത്ത കഥ അങ്ങനെ അധികം അച്ഛൻ്റെ സിനിമകളുടെ ലിസ്റ്റിൽ പെട്ടെന്ന് പറയാത്തൊരു ആൾക്കാർ 1921 പറയും, വില്ലൻ വേഷം പറയുമ്പോൾ പാവം ക്രൂരൻ പറയും, ഈ നാട് പറയും. അച്ഛൻ്റെ ഹ്യൂമർ വേഷങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ എങ്കിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അതിൽ ജപ്പാനിൽ പോയിട്ട് ഈ പട്ടിയെ കൊണ്ട് താത്തിയിട്ട് ഈ പട്ടി അപ്പിയിട്ടിട്ട് ഇത് എടുക്കുന്നതിന്റെ പറയുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറയാൻ പാടില്ല. ഞാൻ കഴിച്ചോളാം, എനിക്ക് കുഴപ്പമില്ല. അല്ല ചേട്ടാ ശരിക്കും ചെയ്യുമ്പോ അങ്ങനെ ചെയ്യണേ. വെല്ലൻ ക്യാരക്ടേഴ്സ് അറിയോ, മേക്കപ്പിലായാലും എല്ലാത്തിനും ഒരു മാറ്റം ആഗ്രഹമുണ്ട്. വരുന്നു വിചാരിക്കുന്ന പരിപാടികൾ വിചാരിച്ചു ശ്രമിച്ചാൽ ബുദ്ധിമുട്ടുള്ള ഒരു ടാർജറ്റ് ഇട്ടുവന്നല്ലോ, ശ്രമിച്ചാൽ മതി. ഓക്കെ. അതേപോലെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ഇഷ്ടമാണല്ലോ അഭിനയിക്കാൻ, വരട്ടെ. ഈ പറഞ്ഞ പോലെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി മാറട്ടെ. ഞങ്ങൾ പ്രേക്ഷകർ എപ്പോഴും കൂടെ ഉണ്ടാവും. വിത്ത് ഓൾ ബ്ലെസ്സിങ്സ് ആൻഡ് പ്രേയേഴ്സ്. എനിവേ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു. വന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ ദിസ്. ഇവിടെ താങ്ക് യു ഇല്ല, എനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. തിരിച്ച് ഇങ്ങോട്ടില്ല. ഈ കിച്ചനകത്ത് താങ്ക് യു നോ ഫോർമാലിറ്റീസ്. നമ്മുടെ സ്വന്തം വീടായത്. അപ്പൊ എല്ലാവർക്കും വരാം, സന്തോഷിക്കാം, പോവാം. അപ്പൊ ശ്രീചേട്ടാ ഈ വർഷം എല്ലാ ഐശ്വര്യവും ദൈവം തരട്ടെ. ഏറ്റവും ബിസിയുള്ള ഒരു ആർട്ടിസ്റ്റ്. ഇവിടെ വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല, തരുന്നില്ല എന്നുള്ളത്. ആ ഒരു ഭാഗം ഇവിടെ വന്നേ പിന്നെ ആ കുറവ് അങ്ങ് മാറ്റി. ഞങ്ങൾ ഇങ്ങനെ എടുത്ത് അങ്ങ് കളഞ്ഞു. അപ്പൊ ഈ കൊല്ലം 2 പേർക്കും ഏറ്റവും ബിസിയസ്റ്റും ഏറ്റവും സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവും എല്ലാം ഈശ്വരൻ തരണം. ഓക്കെ. അപ്പൊ ഇനി ഇതിന്റെ ഇടയിൽ സമയം കിട്ടുമ്പോൾ ഞങ്ങളെ മറക്കരുത്, ഞങ്ങളെ കാണാൻ വരിക, വിശേഷങ്ങൾ അറിയിക്കാൻ വരിക. ഓക്കെ. താങ്ക് യു വെരി മച്ച്. ഇപ്പൊ ചേട്ടനും സൈജത്ത് പറഞ്ഞ പോലെ തന്നെ എൻ്റെ പ്രേക്ഷകർക്കും ഈ വർഷം എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ. ഞാൻ പുതിയ വിഭവങ്ങളും പുതിയ അതിഥികളുമായിട്ട് വീണ്ടും എത്തും. അപ്പോൾ അടുത്ത എപ്പിസോഡ് വരെ എന്താ പറയാ, ടിൽ ദെൻ ഗുഡ് ബൈ. Annie's Kitchen. Let's cook with love.